നീ ട്യൂബൊക്കെ ആയിട്ട് എവിടേക്കടാ? അപ്പൊ നീ മെട്രോ ചാനൽ എന്ന് പറഞ്ഞ കേട്ടണ്ട? അതെന്തുട്ടാ? അപ്പൊ ഈ DD1 കേട്ടണ്ട? അതല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കണേ. അതിന്റെ മറ്റൊരു ചാനലുണ്ട്. അതെ, മെട്രോ. ആ മെട്രോ ചാനൽ നമുക്ക് കിട്ടും. അതെ, അതിന് ചെറിയൊരു പണിയുണ്ട്. അപ്പ ആ TV ഓണാക്കിയേ. ഓണാക്കടാ. പേനിന്റെ ഇപ്പൊ ഒരു വര വന്നുണ്ട്. ഇപ്പോഴോ? 2 വര വന്നാ. ഇപ്പോഴോ? റെഡിയാടാ. ശരിയാ? റെഡി. ആഹാ, ഇത്തിരി കൂടി ശരിയാകാം. ലേശം കൂടി ഇടുന്നു. എന്റെ ചക്കര കുട്ട പഞ്ചാര കട്ടി നിന്നെ ഞാനെന്ന് എടുക്കുക. എന്നാ നിന്നെ ഞാൻ ഇന്ന് എടുക്കും. വാച കടിക്കാതെ കളിക്കാൻ നോക്കടാ. ഇയാൾക്ക് എന്നിട്ട് കാണിക്കണ ഓടാൻ പോവാ. പോയി ഇനി ഞാൻ കളിക്കാം. ഒരു തുള്ളി എനിക്ക് തന്നിട്ട് പോ. നന്നായിട്ട് കിടക്കടാ. ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ. തോമസ് റെഡിയല്ലേ? അടുത്ത തോമസിന്റെ മിമിക്രിയാ. എടാ പൊന്നുമോനെ, ഞാൻ സുരേഷ് ഗോപിയുടെ സംഭാഷണം പഠിച്ചോണ്ടിരിക്കുന്നുള്ളൂ. അന്നാ അമ്മമാരുടെ കിച്ചൺ മ്യൂസിക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തോമസിന്റെ മിമിക്രി വയ്ക്കുക. മതി. അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കിച്ചൺ മ്യൂസിക് കഴിയാറായി മോനെ. ഞാൻ കിങ്ങിലെ മമ്മൂട്ടിയുടെ സംഭാഷണം പഠിച്ചോണ്ടിരിക്കുന്നുള്ളൂ. അന്ന് ഒരു 2 പരിപാടി ഉണ്ട്, ചേണ്ട പരിപാടി വയ്ക്കുക. പൊളിക്കണോട്ടാ. പൊളിച്ചടക്കിയിരിക്കും ഈ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സാ. വീണ്ടും ഈ ഡയലോഗ് കയറി വന്നടാ. ചേട്ടൻ റെഡിയായില്ലേ? ലാസ്റ്റ് പരിപാടി. എടാ മോനെ, ഞാൻ മോഹൻലാലും ഷമ്മീൻ തിലകനും ഒരുമിച്ചിട്ട് കൂടാ. ഈ സക്കീർ ബായും ബലരാമനും അല്ലേ? അതെ, നിനക്കത് മനസ്സിലായല്ലേ? ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടന്റെ പരിപാടി നമുക്ക് കുറച്ചുകൂടി കൊണ്ട് നീട്ടിയിട്ടേ അടുത്ത കൊല്ലത്തേക്ക് ആക്കിയാലോ? എന്തോ ചേട്ടാ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞേ. എടാ നാളെ ഗൾഫിൽ പോവല്ലേ? 35 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഗൾഫിൽ പോകണം? ഈയിടെ ഞാനല്ലടാ, പിന്നെ നമ്മുടെ പൗലോസിന്റെ മോനില്ലേ, അവനും എന്റെ മോനും ഒരു കമ്പനിലല്ലേ ജോലി ചെയ്യണേ. അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ വേണ്ടി കൊടുത്തയക്കാന്ന് വിചാരിച്ചു. വലിയൊരു ഇഷ്ടമുള്ള അത്രയ്ക്കൊന്നും ഇല്ലടാ. ഒരു 2 കിലോ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ ഒരു 5-6 സ്പ്രേ, പിന്നെ കുറച്ച് സോപ്പ്, ചീപ്പ്, കണ്ണാടി, അങ്ങനെ അത്രയ്ക്കുള്ളൂടാ. ഒരാള് പോകുമ്പോ നമ്മൾ എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ? അല്ല, ഇതെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളല്ലേ? അത് കൊണ്ടുവരുമല്ലോ. അടുത്ത ആഴ്ച മോനും ഇങ്ങോട്ട് വരല്ലേ. ഈ കൊടുത്തയക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ ഇങ്ങോട്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനം പോലും അവനോട് മറക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്.